വർഷത്തോളമായിട്ട് ഇവിടെ ഒരു വാട്ടർ ലീക്കേജ് ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഇവിടെ പാഴായിക്കൊണ്ടിരുന്നത്. കല്യാൺ സൂപ്പർ 99ൻ്റെ മുന്നിലായിരുന്നു. ഓക്കെ, ഇത് നമ്മൾ 6 മാസത്തോളമായിട്ട് നമ്മൾ എക്കോനൂമിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അവർ നിരന്തരമായിട്ട് ഇത് റീസോൾവ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ജനങ്ങൾ വെള്ളം ഉപയോഗിക്കുമ്പോൾ അതിനുള്ള വാടക കൃത്യമായിട്ട് കൊടുക്കുന്ന സമയത്താണ് 1500 കുടുംബങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള വെള്ളം എന്താ പറയുക ഒരു ദിവസം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു കാര്യം നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം റീസോൾവ് എന്ന് പറഞ്ഞിട്ട് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ 1916 വിളിച്ചിട്ട് വീണ്ടും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് കൃത്യമായിട്ട് വാട്ടർ അതോറിറ്റി ഇതിൽ നിന്നുള്ള ഫണ്ട് വാങ്ങിച്ചിട്ട് പണി ചെയ്യാതെ ഈ പറഞ്ഞ പോലെ വെള്ളം ലീക്കായിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. പിന്നീട് അവർക്ക് ഇത് തെളിയുമെന്ന് ആയിക്കഴിഞ്ഞപ്പോൾ അവർ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ലീക്കേജ് വളരെയധികം കുറച്ച് കഴിഞ്ഞതിന് ശേഷം മണ്ണിട്ട് മൂടി. ഇപ്പോഴും ലീക്കേജ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് പരിഹരിച്ചിട്ടില്ല. ഇപ്പോൾ ഈ മണ്ണിൽ കാണുന്ന ഈ ഒരു നനവുണ്ടല്ലോ, ആ നനവ് വെറുതെ അല്ല, അതായത് ലീക്കേജ് പരിഹരിക്കാതെ മണ്ണിട്ട് മൂടിയതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ കൂടുതൽ അവിടെയുള്ള ഇരുമ്പ് എന്ന് പറയുന്നത് ദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വീണ്ടും ലീക്കേജ് ഉണ്ടാവാനുള്ള സാഹചര്യത്തിലേക്ക് ഈ ഒരു സ്ഥലം മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് ആ ലീക്കേജ് പരിഹരിച്ചിട്ടില്ല. എന്നിരുന്നാലും നമുക്കൊരു സമാധാനമുള്ളത് ആ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇപ്പോൾ പാഴാവുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ലീക്കേജ് വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആവുന്ന രീതിയിലാണ് പ്രശ്നം പരിഹരിക്കാതെ മണ്ണിട്ട് മൂടിയിട്ടുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ.